അയ്യേ, ഈ ബോച്ച ഇത്ര വഷളൻ സ്വഭാവക്കാരനായിരുന്നു എന്ന് നമുക്ക് തീരെ അറിയില്ലായിരുന്നു അല്ലേ? ആണോ? എന്ത് പൊന്നുമക്കളെ, എത്ര കാലങ്ങളായിട്ട് അയാൾ നിരന്തരമായിട്ട് ഉദ്ഘാടന വേദികളിലേക്ക് വരുന്ന സ്ത്രീകളെയും അല്ലാത്ത ഇന്റർവ്യൂകളിൽ പോയി ഇരുന്ന സ്ത്രീകളെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഭാസത്തരം, ഊളത്തരം. ഈ ഊളത്തരത്തെയും ആഭാസത്തരത്തെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഊളകളുടെ സംസ്ഥാന സമ്മേളനവും നടക്കാറുണ്ട് അല്ലെ? ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അല്ലെ? ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ ആരും കാണണ്ട. അദ്ദേഹം നാളെ തന്നെ പുറത്തു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രയും വലിയ ക്രൈമായിട്ട് ഇവിടെ നടക്കുമെന്ന് എനിക്കറിയില്ല. കൊലപാതകം ചെയ്ത ആളുകൾ പോലും ഇറങ്ങി നടക്കുന്നു. പിന്നെ കോടീശ്വരനായിട്ട് ഒരാളല്ലേ. ഹെലനോസ് പാർട്ട എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ഉണ്ട്. യഥാർത്ഥ പേരെന്തോ ധന്യ അങ്ങനെ എന്തോ ആണ്. അവരെ ഒരു വൃത്തികെട്ട രീതിയിൽ ബോച്ചയുടെ ആരോ ഒരാള്, ബോച്ച ആദ്യം വിളിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ PA വിളിച്ച് എന്തോ ഒരു ഡീല് നടത്താൻ ശ്രമിച്ചു. നല്ല കിഡിലൻ പണി സീക്രട്ട് ഏജന്റ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു കാര്യം നമ്മൾ കാണണം, കേൾക്കണം. ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെയും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുടെ സ്വഭാവം ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. കോടീശ്വരനാണെന്ന് കരുതി മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല അല്ലെ? ഇത് ജനാധിപത്യ രാജ്യമാണല്ലേ. ഒന്ന് കാണാം. എനിക്കൊരു പ്രാവശ്യം കോൾ വന്നു. നമുക്ക് ട്രൂ കോളറിൽ കാണിക്കുമല്ലോ, ബോബി ചെമ്മണ്ണൂർ എന്നാണ് ട്രൂ കോളറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം തട്ടിപ്പായിരിക്കും, കാരണം എൻ്റെ തന്നെ ഫ്രണ്ട്സ് പല പേരും ട്രൂ കോളറിൽ സേവ് ചെയ്തിടാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ, എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന് എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഈ പറയുന്ന പോലെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് സാധാരണ നിലയ്ക്ക് ചില ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ വിളിയൊക്കെ വിളിക്കും. അതായത് ഈ ട്രൂ കോളറിന്റെ പേരൊക്കെ മാറ്റിയിട്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഇന്ന ആളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. എനിക്ക് ഇതൊരു അനുഭവം ഉണ്ടായിട്ടില്ല, ആദ്യം തന്നെ പറയാം. ചില ആളുകൾ അനുഭവം ഉണ്ടാവുന്നു എന്ന് ഹെലനോസ് പാർട്ട പോലും പറയുന്നു. അവരുടെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സാധ്യതയാണല്ലേ. പക്ഷെ എന്തിന് ഇവരെ ഈ ബോബി ചെമ്മണ്ണൂർ വിളിക്കണം? അതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരവും അവർ തന്നെ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി എങ്ങനെ ചെയ്യുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. പിന്നെ അവർ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് എങ്ങാനും ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. സോ കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്. കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ എന്ന് ഞാനും പറഞ്ഞു. ഓക്കെ, അദ്ദേഹം തന്നെയാണ് വിളിച്ചത്. കൊളാബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ. സോഷ്യൽ ഇൻഫ്ലുവൻസർ, ഇൻസ്റ്റാഗ്രാം ഇതിലെ കല്ല റീച്ചുള്ള ആളുകളെ ഇത്തരം രീതിയിൽ ആളുകൾ സമീപിക്കും. എനിക്കും ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷേ എല്ലാം ഞാൻ തട്ടിക്കളച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടെ നടക്കുന്ന ഒരു പരിപാടിയാണ്, ചൂതാട്ടം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടി അല്ലേ. അങ്ങനെയുള്ള കുറച്ച് ടീംസ് തന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാം അത് ഞാൻ നിരസിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള തുക കിട്ടും. പല ആളുകളും അത് വാങ്ങിയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഹെലനോസ് പാർട്ട തന്നെ ഒരു തോട്ടം വാങ്ങി കുടുങ്ങി അത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി കേൾക്കാൻ പോണ കാര്യമാണ്, നമ്മളിപ്പോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന സമയത്ത് അവരിപ്പോ വലിയ സോഷ്യൽ ഇൻഫ്ലുവൻസറോ എന്തോ ആവട്ടെ, വീട്ടിൽ നിന്ന് പുറത്തു വിടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണോ വിടുക? അല്ല, നമ്മൾ കൂടെ ആരെങ്കിലൊക്കെ വിടുമല്ലേ? അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളൊക്കെ, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പെൺകുട്ടികളെ കൂടെ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഏട്ടനാണെങ്കിലും വീട്ടിലത്തെ ആരെങ്കിലും ആണെങ്കിലും ഒന്നും കൂടെ കൊണ്ടുപോകാറില്ല. പക്ഷെ ഇവിടെ ഹെലനോസ് പാർട്ട 10 പേരായിട്ടാണ് എങ്ങോട്ട് പോയിട്ടുള്ളത്? ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ പോയിട്ടുള്ളത്. തുടർന്ന് കേൾക്കാം. ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളിൽ അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. അവിടെ ഊടും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ്, ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആളുടെ അപ്പുറമല്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ PA സെക്രട്ടറിയോ ഏതോ ഒരാളാണ്. എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആ ആളാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളത് ചോദിച്ചു. ഞങ്ങൾ ഫുഡ് കോർട്ടിലുണ്ട് പറഞ്ഞു. ഏതൊരു ടീമിന്റെ പിന്നിലും ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്ന ടീമാണെങ്കിലും നല്ലത് ചെയ്യുന്ന ടീമാണെങ്കിലും ഒരു PAയോ ഒരു മാനേജറോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇവർ മുഖാന്തരമാണ് ഇത്തരം കാര്യങ്ങൾ ഡീലിംഗ് നടക്കാറ് അല്ലെ. ആ ഒരു ഡീലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചത് PA എന്ന് പറയുന്ന ഒരാളാണ്. ഇതിൽ ബോച്ചയാണ് അത് ചെയ്തത്, ബോച്ച അത് ചെയ്യുമോ എന്നുള്ള കാര്യം ഇവർ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ PA ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. അത് വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത്. അയാൾക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് കാണാം. കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്, ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത്. പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ PA പറയുന്ന ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ, പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു. ഐ വാസ് ലൈക്ക്, ബോച്ചനെ കാണാൻ ഇത്ര ആളുകളെ കൂട്ടിയിട്ടാണോ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തന്നെ ചോദിക്കാനുള്ളത്, എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇവർക്കും അത് മനസ്സിലായിട്ടില്ല. ആക്ഷൻ കണ്ടാൽ മനസ്സിലാവും.
അതിനിപ്പോൾ എന്താണ്, ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമന്മാര് ഏട്ടന്മാര് എൻ്റെ പാർട്ട്ണർ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോകാറില്ല. അപ്പോൾ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത്. അതിന് എവിടേക്കായാലും എത്ര പിന്നെ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത്. നോട്ട് ദി പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള ആരെങ്കിലൊക്കെ വിളിക്കുന്ന സമയത്ത് പ്രൊമോഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുമായിട്ട് തന്നെ പോവുക. ഈ ഒരു വിഷയത്തിൽ സല്യൂട്ട്. അത് കൃത്യമായിട്ട് ഒരിക്കലും പല ആളുകളും എലറോസ് പട്ട അഹങ്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അഹങ്കാരം വേണം, വേണ്ട ഇടങ്ങളിൽ അത് വേണം. അത് വേണ്ട ഇടങ്ങളിൽ ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് സിമ്പിളായിട്ട് ഊരി പോരാനൊക്കെ കഴിയുന്നത്. ഇനി രസകരമായിട്ടുള്ള ആ ഒരു ആ സാധനം കേൾക്കാം. അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചൂടെ, ബോച്ചേനെയാണ് കാണാൻ വരുന്നത്. അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല, സീരിയസ്ലി ട്രസ്റ്റ് മീ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ആരെ ആയാലും ഞാൻ ഇങ്ങനെയാണ് പോകാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടി ആയിരിക്കും ആളിനെ അറിയുന്നത്, എനിക്ക് അല്ലാണ്ട് അറിയാം. ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെല്ലാം കൊണ്ടു നടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ആള് ശ്രദ്ധിച്ചു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളത്. അപ്പൊ ആള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോയിക്കോ, ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ, ഞാൻ ഇതെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല. ഇവർ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഡൂഡാണെങ്കിൽ ഡൂഡ് ഇയാൾ മെല്ലെയാണ് സംസാരിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി. ഡൂഡ് അയാളെടുത്ത് പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു. അപ്പൊ അയാൾ വേഗം ഡൂഡിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സായികൃഷ്ണൻ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, ആളെന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെ കൂട്ടിക്കെടുക്കണോ എന്നുള്ളൊരു സാധനം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ള നമുക്ക് ഈ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ബോച്ചയെ കാണുമ്പോൾ ഇത്ര അധികം ആളുകളായിട്ടാണ് വരുന്നത് നയിക്കുന്നത്. ബോച്ച ഒരു പകർച്ചവ്യാധിയൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് പോകുമ്പോൾ ഒരുപാട് ആളുകളായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ പകർച്ചവ്യാധി വരും. നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെ. എന്ത് വൃത്തികെട്ട മനോഭാവം എന്ന് ആലോചിച്ചോക്കെ. ഈ പറയുന്ന PA-യുടെ ഒക്കെ മോന്ത അടിച്ച് തിരിച്ച് കൈയും കാലും മുറിച്ചൊരു മൂലയിടണ്ടേ. അതൊക്കെ അപ്പൊ തന്നെ സീക്രട്ട് ഏജന്റ് കൈ പിടിച്ചു എന്നുള്ളൊരു സാധനമാണ് അല്ലെ. അടിച്ച് പെരപ്പുറം കയറ്റിയിരുന്ന ആളെ അപ്പോഴത്തേനും ആള് കൈയും കാലും പിടിച്ച് ഒഴിവായി. പക്ഷെ അന്ന് ചോദിച്ച ചോദ്യം ഒരു വൃത്തികെട്ട സാധനമാണ്. കൂട്ടി അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സാധനം തന്നെ ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ. അവർ ഫാമിലി ആയിട്ട് വന്നിട്ട് പോലും ആ ഒരു രീതിയിൽ അനുഭവം ഉണ്ടായെങ്കിൽ ആ കുട്ടി ഒറ്റയ്ക്ക് പോയിട്ടുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബോജയെ കാണുമ്പോൾ ഒറ്റയ്ക്കല്ലേ വരേണ്ടത്. അങ്ങനെ ഒറ്റയ്ക്ക് പോയ എത്ര ആളുകൾ ഉണ്ടാവും? ഇപ്പോൾ എത്ര ആളുകൾ ഈ രീതിയിൽ സമീപിച്ചിട്ടുണ്ടാവും? ഇതൊക്കെ പുറത്ത് വരിക തന്നെ വേണം. ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാവുക തന്നെ വേണം. കഴിഞ്ഞിട്ടില്ല. ഇനി ഹെലോ സ്പാർട്ട ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട്. ഡൂഡ് ഭയങ്കര റോങ് ആയി പറഞ്ഞു. മീൻസ് ഭയങ്കര റോങ് ആയി. ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി. പിന്നെ അങ്ങനെ എല്ലാവരും ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഡൂഡ് ആരടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ PA-ന്റെ അടുത്ത് ഭയങ്കര റോങ് ആയി. ഫുഡ് കഴിച്ച് എല്ലാവർക്കും പോവാം അങ്ങനെ പറഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ വന്നു. അതായത് സീക്രട്ട് ഏജന്റ് ആ ഒരു സമയത്തൊന്നും ഇവരോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. തന്റെ പെങ്ങളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയെ വേറൊരാൾ പറയുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് സെറ്റാക്കുമോ എന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥ? ഇത് തന്നെ ആവുമല്ലോ സംഭവിച്ചിട്ടുള്ളത്. ആളുടെ മനോഭാവം എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ. എന്ത് വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും കുറെ നാറികൾ അയാളെ സപ്പോർട്ട് ചെയ്യും. വിഷയത്തില് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പണമുള്ളവനും ഇല്ലാത്തവനും ഇവിടെ നിയമത്തിന്റെ മുന്നിൽ ഒരേ കണ്ണിൽ തന്നെയാണ് കാണുന്നത്. ഇതൊരു ഊളപ്പരിപാടിയായി പോയി. ഇതാ ഹെലോ സ്പാർട്ട എന്ന് പറയുന്ന പെൺകുട്ടിക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടായി. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു ആങ്ങള അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ അവർ ആ വിഷയത്തിൽ ശരിക്ക് കഴിച്ചിലായി. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വേറെ വല്ല ആളുകളും കൂടെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒറ്റക്ക് പോയാൽ പോലും ഇത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു സമയത്തെങ്കിലും തുറന്നു പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അത് ആ സമയത്ത് പ്രതികരിക്കാതിരുന്നതെന്ന്. പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, കൃത്യമായി പ്രതികരിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അപ്പം എവിടെയെങ്കിലും വെച്ച് ഇയാൾ അന്വേഷിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ മനസ്സിലായില്ലേ. നീ അന്ന് ഇതാണ് പറയുന്നത്, ഇവിടെ ആടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടല്ലോ, നിന്നെ ഞാൻ മറ്റേ തുപ്പും എന്നൊക്കെ പറഞ്ഞ പോലെ. തുപ്പൊന്നുമില്ല എന്ന് പറയാൻ കാര്യം, നിന്നെ കിട്ടുകയായിരുന്നെങ്കിൽ എന്നെ കൈമ കിട്ടും. അന്ന് വൃത്തികേട് പറഞ്ഞിട്ടുള്ള ആ ഒരു PA നിന്നെ കയ്യിൽ കിട്ടിയ മോന്ത അടിച്ച് പൊട്ടിക്കും, മുഖത്ത് തുപ്പും, ഇടിച്ച് പെരപ്പറം കയറ്റും. അത് ഞങ്ങളുടെ നാട്ടിൽ സ്ലാങ് ആണ്. അതായത് ഇടിച്ച് പെരപ്പറം കയറ്റുന്ന പറഞ്ഞാൽ അടിച്ച് പണി കൊടുക്കും എന്നുള്ള സാധനമാണ്. ഓക്കെ, എന്തായാലും ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ സമയങ്ങളിലായിട്ട് ബോച്ചയെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഓരോ ആളുകൾ പറയുന്നു. ഹെലോ സ്പാർട്ട തന്നെ പറയുന്നു എനിക്കുണ്ടായ അനുഭവം ഇതാണെന്ന്. ഇനി ഇവരോട് പല സ്ത്രീകളും പല ആളുകളും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അവർ നേരിട്ട് മുന്നോട്ട് വന്ന് ഇത് പറയുകയാണെങ്കിൽ പറയട്ടെ. ആരെയും ഞാൻ ഒരിക്കലും പുഷ് ചെയ്യില്ല, എൻ്റെ അനുഭവം ഇതാണ് എന്ന് പറയാൻ കാണിച്ച ആർജവം ഉണ്ടല്ലോ,
അത് നന്നായി പോയി. കാരണം ഇനിയും ആളുകൾ ഇങ്ങനെ രംഗത്ത് വരികയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ കാണുന്ന അല്ലെ, ഇയാൾക്കതിന് വലിയ നല്ലൊരു പുണ്യാളന്റെ ലുക്കൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. പൊതുവെ എല്ലാവർക്കും ഇയാൾ പറഞ്ഞ വൃത്തികേടുകൾ കേൾക്കാനും ആ ഡബിൾ മീനിങ് പറയണത് കേൾക്കാനും ഭയങ്കര താല്പര്യം. അതുകൊണ്ട് അയാൾക്ക് നമ്മൾ വലിയ പുണ്യാളന്റെ ഒരു ഫേസ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. അതുകൊണ്ട് ഇയാൾക്ക് ചമ്മാനൊന്നുമില്ല. അപ്പൊ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടിയിൽ ഇരുന്ന് കൊണ്ട് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഇതൊന്ന് കേട്ട് ആളിപ്പോ ലാസ്റ്റ് പറഞ്ഞതാ, തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇനി എന്ത് ഊളയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരാളെ വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടിട്ട് നിരന്തരം അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരുപാട് നടിമാർ, ചിലപ്പോൾ ഇനി മറ്റുള്ള നടികൾ കൂടി വരാൻ സാധ്യതയുണ്ട്, മറ്റു നടിമാർ കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം അത്ര വൃത്തിയുള്ള അവരെ പറഞ്ഞിട്ട് അതൊക്കെ തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതൊക്കെ ടോളന്മാരെടുത്ത് തൂക്കുന്നുണ്ട്. അത് അവരുടെ ലൈഫാ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരിഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. എൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല, അത് എൻ്റെ കുഴപ്പമല്ല അല്ലേ. നമ്മുടെ ചാനൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളും കഴിഞ്ഞവരും അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.